71ാമത് നെഹ്റു ട്രോഫി വള്ളംകളിക്ക് ഒരുങ്ങുകയാണ്. ആലപ്പുഴയിലെ പുന്നമടക്കായലിൽ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് എം മനോജ് ചേരുന്നു. ഇതിനുശേഷം മറ്റു ചില പ്രധാന വാർത്തകളിലേക്ക് കൂടെ പോകേണ്ടതുണ്ട്. മനോജ്, ഗുഡ് മോർണിംഗ്, നമസ്തേ. എന്താണ് അവിടെ നിന്ന് പറയാൻ കഴിയുന്നത്? ആവേശം ഏതുവരെ? ഗുഡ് മോർണിംഗ്. പുന്നമടക്കായലിലെ ജലോത്സവത്തിന്, ഈ കോളപ്പരപ്പിലെ ഒളിമ്പിക്സിന് ഇനി തുടക്കം കുറിക്കാൻ മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. ഞാനിപ്പോൾ ഉള്ളത് സ്റ്റാർട്ടിംഗ് പോയിന്റിലാണ്. ഈ സ്റ്റാർട്ടിംഗ് പോയിന്റിലാണ് ഈ വള്ളങ്ങളൊക്കെ അണിനിരക്കുക. 11 മണി മുതൽ ചെറുവള്ളങ്ങളുടെ ഹീറ്റ്സ് തുടങ്ങും. അതിനു വേണ്ടിയിട്ടുള്ള ട്രാക്കുകളാണിത്. ഈ ട്രാക്കുകളൊക്കെ തന്നെ വർണ്ണാഭമായ രീതിയിൽ അലങ്കരിച്ചിട്ടുണ്ട്. ഇവിടെ നിന്നുമാണ് ആവേശ കുതിപ്പ് തുടങ്ങുന്നത്. എന്തായാലും ആ ആവേശത്തിലേക്ക് തന്നെയാണ് ഓരോ കരക്കാരും അതുപോലെ തന്നെ ഓരോ ബോട്ട് ക്ലബ്ബുകളും. നേരത്തെ തന്നെ നമ്മൾ ഭാഗം ചുണ്ടന്റെ വിശേഷങ്ങളൊക്കെ കേട്ടു, അവിടെയുള്ള ക്ലബിന്റെ വിശേഷങ്ങളൊക്കെ കേട്ടു. അതുപോലെ തന്നെ ഓരോ കരക്കാരും ആ ആവേശത്തിൽ തന്നെയാണ്. എന്തായാലും ഈ ജലോത്സവത്തിന് അതിന്റെ ഭാഗമാകാൻ, അത് കാണാൻ, ആ ആവേശ കൊടുമുടിയിൽ ആറാടാൻ വേണ്ടി നിരവധി പേരാണ് ഇവിടേക്ക് എത്തുന്നത്. ഓരോരുത്തരും അങ്ങനെ ഇപ്പോൾ രാവിലെ മുതൽ തന്നെ ഈ കായലിന്റെ തീരങ്ങളിലൂടെ ഓരോരുത്തരും അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് പോവുകയാണ്. എന്തായാലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഒരു മാമാങ്കം, അതായത് ഈ ജലമാമാങ്കത്തിന് തുടക്കം കുറിക്കുമ്പോൾ തന്നെ ഓരോരുത്തരും പ്രാർത്ഥനയിലാണ്. അവരൊക്കെ തന്നെ തങ്ങളുടെ കഴിഞ്ഞ ഈ മത്സരങ്ങളെയൊക്കെ ഓർത്തുകൊണ്ട് തന്നെ ഇത്തവണയെങ്കിലും കപ്പടിക്കണമെന്നുള്ള ലക്ഷ്യത്തോടെ കൂടിയുള്ള പരിശീലനവും അതുപോലെ തന്നെ ആ ഒരു ആവേശവും അവരിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. നിരവധി ആളുകൾ രാവിലെ മുതൽ തന്നെ ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. ഏതായാലും ഈ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നടക്കുന്നത് അവസാനഘട്ട പരിശോധനകളൊക്കെയാണ്. ഇവിടെ നിന്നും ഓരോരുത്തരും ഇങ്ങനെ ഈ കാഴ്ചകളൊക്കെ കണ്ടുവരുന്നുണ്ട്. എവിടുന്നാ വരുന്നത് നിങ്ങളൊക്കെ? തൃശ്ശൂർ. ആദ്യമായിട്ടാണോ? നേരത്തെ വന്നിട്ടുണ്ട്? എന്തായാലും പൊളിക്കാൻ തന്നെയാണ്. എന്തായാലും എല്ലാവർക്കും ആവേശത്തിൽ തന്നെയാണ്. കുട്ടികളൊക്കെ ഉണ്ട്. ആദ്യമായിട്ടാണോ കാണുന്നത് വള്ളംകളി? അപ്പോൾ എല്ലാവരും അങ്ങനെ ആദ്യമായി വള്ളംകളി കാണാൻ വേണ്ടി എത്തിയിരിക്കുകയാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 11 മണിക്ക് ഈ ചെറുവള്ളങ്ങളുടെയൊക്കെ ഹീറ്റ്സ് തുടങ്ങും. 6 ഹീറ്റ്സ് ആയിട്ടാണ്. അതായത് ആദ്യ 4 ഹീറ്റ്സുകളിൽ ഈ വള്ളങ്ങളുണ്ടാകും, 4 വള്ളങ്ങളുണ്ടാകും. അടുത്ത ഹീറ്റ്സിൽ 3 വള്ളങ്ങളും അവസാനത്തെ ഹീറ്റ്സിൽ 2 വള്ളങ്ങളുമാണ് ഉണ്ടാകുക. അത് കഴിഞ്ഞ ശേഷം ഉദ്ഘാടന സമ്മേളനമാണ്. അതൊക്കെ കഴിഞ്ഞ് 11 മണിയൊക്കെ ശേഷം, അതായത് ഉച്ചയോടുകൂടിയാണ് ചുണ്ടൻ വള്ളങ്ങളുടെ, അതായത് ആവേശ കൊടുമുടിയിൽ ആറാടിക്കാനുള്ള ചുണ്ടൻ വള്ളങ്ങളുടെ ഹീറ്റ്സ് തുടങ്ങുക. ആ ഹീറ്റ്സിൽ നിന്നും ഈ സമയമൊക്കെ കണക്കാക്കിയാണ് പിന്നീട് ഫൈനലിലേക്ക് കടക്കുക. ഫൈനലിലേക്ക് കടക്കുമ്പോൾ, അതായത് ഇവിടെ നിന്ന് തുടങ്ങിയതിന് ശേഷം ഈ അവസാന ലാപ്പിലേക്ക് കടക്കുമ്പോഴാണ് നമുക്ക് ആ ഒരു ആവേശം എത്രത്തോളമാണെന്ന് അറിയാൻ സാധിക്കുക. ആദ്യഘട്ടം മുതൽ തന്നെ അവസാന ഘട്ടം വരെയും കണ്ണു നട്ടിരിക്കുന്ന കാഴ്ചക്കാരെയാണ് ഈ കായലിന്റെ ഇരുവശത്തും നമുക്ക് കാണാൻ സാധിക്കുക. എന്തായാലും കഴിഞ്ഞ തവണത്തെ ആ അവസാന പോരാട്ടമൊക്കെ നമ്മൾ കണ്ടതാണ്. കഴിഞ്ഞ തവണ വിജയിച്ചവരെയൊക്കെ നമുക്കറിയാം. എന്തായാലും കാരിച്ചാൽ ചുണ്ടനും അതോടൊപ്പം തന്നെ വിയപുരമായാലും ഈ നടുഭാഗമായാലും എല്ലാവരും അങ്ങനെ ഒരേ ആവേശത്തിൽ പരിശീലനമൊക്കെ നൽകി എല്ലാ തുഴക്കാരെയും, അതായത് കയ്യും മെയ്യും ഒരുപോലെ മനസ്സും ഒരുപോലെ പ്രവർത്തിച്ചാൽ മാത്രമേ ഈ വള്ളംകളിയിൽ, ഈ ജലമാമാങ്കത്തിൽ ഒന്നാമതെത്താൻ പറ്റൂ. അതിനു വേണ്ടിയിട്ടുള്ള പരിശീലനങ്ങൾ എല്ലാവർക്കും നൽകിയിട്ടുണ്ട്. എന്തായാലും എല്ലാവരും ആ ഒരു ആവേശത്തിൽ തന്നെയാണ്. കാഴ്ചകൾ കാണാനൊക്കെ എത്തുന്നവരുണ്ട്. എവിടെ നിന്നാ നിങ്ങളൊക്കെ? എവിടെ നിന്നാ? എല്ലാവരും തൃശ്ശൂര്. നേരത്തെ കണ്ടവർ തന്നെയാണ്. അവർക്ക് ഈ കാഴ്ചകളൊക്കെ, ഇതാണ് സ്റ്റാർട്ടിംഗ് പോയിന്റ്. സ്റ്റാർട്ടിംഗ് പോയിന്റിൽ ആദ്യമായിട്ടാണല്ലോ എല്ലാവരും വരുന്നത്. എങ്ങനെയുണ്ട്? കണ്ടപ്പോ എന്ത് തോന്നുന്നു? ആദ്യം എന്താ ഈ ഒരു വള്ളംകളി തൃശ്ശൂർക്കാരെ സംബന്ധിച്ചിടത്തോളം ഇങ്ങോട്ടേക്ക് എത്തണമല്ലോ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ എങ്ങനെയാ, എത്രത്തോളം? നമ്മൾ തൃശ്ശൂർ പൂരമൊക്കെ കണ്ടിട്ടുണ്ട്. ഈ ജലമാമാങ്കം എങ്ങനെയാ ആവേശം? ഞങ്ങളവിടെ വള്ളംകളി ഉണ്ട്, തൃശ്ശൂരുണ്ട് വള്ളംകളി ഉണ്ട്. പക്ഷെ ഇവിടേക്ക് പ്രസിദ്ധമായിട്ടുള്ള അതിവിടെ. അപ്പൊ എങ്ങനെയുണ്ട് ആവേശമൊക്കെ? നല്ല ആവേശത്തിൽ ഞങ്ങൾ വന്നു. എന്തായാലും എല്ലാവരും ഒരു ആവേശത്തിൽ തന്നെയാണ്. എന്തായാലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ എല്ലാ കരക്കാരും ആ ഒരു ആവേശ കൊടുമുടിയിൽ ആറാടിക്കാനുള്ള തയ്യാറെടുപ്പിൽ തന്നെയാണ്. അവസാനഘട്ട ഒരുക്കങ്ങളിലാണ്. സ്റ്റാർട്ടിംഗ് പോയിന്റ് ഇവിടെ നമുക്കായിട്ടുണ്ട്, കളറായിട്ടുണ്ട് എല്ലാം. ഇനി ഇവിടെ നിന്നും തുടങ്ങുന്ന ഈ ഒരു ആവേശ കുതിപ്പിലേക്കാണ് എല്ലാ ജനങ്ങളെയും കൂട്ടിക്കൊണ്ടുപോവുക. ഇനി ഈ 1150 മീറ്ററാണ് ഇവിടെ നിന്നും ഈ അവസാന, അതായത് ഫിനിഷിംഗ് പോയിന്റിലേക്ക് എത്തുമ്പോഴേക്കും. അതിന് കളിവള്ളങ്ങളുടെ, അതായത് 9 വിഭാഗങ്ങളിലായാണ് വള്ളങ്ങളുള്ളത്. അതിൽ ചുണ്ടൻ വള്ളങ്ങളാണ് ഏറ്റവും കൂടുതൽ ആവശ്യമെങ്കിലും മറ്റുള്ള വള്ളങ്ങളും
ആവേശം പകരുന്നതാണ്. അതിനു വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളിൽ നിരവധി ആളുകൾ, നിരവധി തുഴക്കാരാണ് എത്തിയിട്ടുള്ളത് പലയിടങ്ങളിൽ നിന്നായി. അതോടൊപ്പം തന്നെ ഈ വള്ളങ്ങളിൽ 85 മുതൽ 95 വരെയുള്ള ആളുകളാണ് ഉള്ളത്. അമരത്തായാലും താളത്തിനായാലും അതോടൊപ്പം തന്നെ നമുക്ക് അറിയാം പ്രധാനപ്പെട്ട ഈ ഒന്നാം തുഴക്കാരൻ, രണ്ടാം തുഴക്കാരൻ, അങ്ങനെ ഓരോരുത്തരായി അങ്ങനെ ആവേശത്തോടു കൂടി തുഴയുമ്പോഴാണ് ഈ വള്ളം അത്രയധികം, അതായത് ഈ ചാല് വെട്ടിക്കീറി മുന്നോട്ട് പോകുന്നത് പോലെ ഈ കായലിലൂടെ മുന്നോട്ട് പോകുന്നത്. ഈ ഓളപ്പരപ്പുകളൊക്കെ അലതല്ലി അടിക്കുന്ന ഈ കായലിൽ മുന്നോട്ട് നീങ്ങുന്ന ഓരോ വള്ളങ്ങളെയും നോക്കി ഓരോരുത്തരും അങ്ങനെ പ്രതീക്ഷയോടെ കണ്ണും നട്ടിരിക്കും. അത് തന്നെയാണ് കഴിഞ്ഞ തവണയും നമ്മൾ കണ്ടത്. അവസാന ലാപ്പിലേക്ക് എത്തുമ്പോൾ ആരാണ് വിജയിക്കും, ആരാണ് അവസാനം ഫിനിഷിംഗ് പോയിന്റ് ആദ്യം ചെന്നെത്തുക എന്നുള്ള ഒരു പ്രതീക്ഷയോടെ അത്രയേറെ നെഞ്ചെടുപ്പോടുകൂടി ഇരിക്കുന്ന ഓരോ കരക്കാരുമുണ്ട്. കാരണം ഇത്തവണയെങ്കിലും നമ്മുടെ ചുണ്ടൻ ഒന്നാമതെത്തണമെന്ന്, നമ്മുടെ ക്ലബ്ബ് ഒന്നാമതെത്തണമെന്നുള്ള ആ ഒരു ആവേശം, ആ ഒരു പ്രതീക്ഷ എല്ലാവരിലുമുണ്ട്. അതിനുവേണ്ടിയുള്ള പ്രാർത്ഥന. മനോജ്, മടങ്ങിയെത്താം. ആലപ്പുഴയിൽ പുന്നമടക്കായലിൽ ഇന്ന് പകൽപ്പൂരമാണ്. ആരാവും ജലരാജാവ്? കാത്തിരിക്കാം.